നീണ്ട ഒരു മാസത്തെ വ്രതം നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വ്രതമാസം റമദാൻ മാസം വിട പറയുമ്പോൾ അവന്റെ ഖൽബിന് വല്ലാത്ത നൊമ്പരങ്ങൾ ഉണ്ടാകും. ആ നൊമ്പരത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ഒരു സന്തോഷത്തിന്റെ ഒരു സുദിനം അല്ലാഹു തആല കൊടുക്കുന്നത്. ഇന്നലെ വരെ പകൽ ഭക്ഷണം കഴിക്കൽ ഹറാമായിരുന്നു. പെരുന്നാളിന്റെ ദിവസമായപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കൽ അഥവാ നോമ്പെടുക്കൽ ഹറാമാക്കി. പെരുന്നാളിന്റെ ദിവസം നോമ്പെടുക്കാൻ പാടില്ല, നോമ്പെടുക്കൽ ഹറാമാണ്. അന്ന് നല്ല ഭക്ഷണം കഴിക്കേണ്ടുന്ന ദിവസമാണ്, നല്ല വസ്ത്രം ധരിക്കേണ്ടുന്ന ദിവസമാണ്. സന്തോഷം, മുഖത്ത് നല്ല സന്തോഷം പ്രോജ്വലിച്ചു നിൽക്കേണ്ടുന്ന ഒരു ദിവസമാണ്. കുടുംബ ബന്ധങ്ങൾ, ആ കുടുംബ ബന്ധങ്ങളൊക്കെ നന്നാക്കി നല്ല സൗഹൃദത്തിലും സന്തോഷത്തിലും കഴിയേണ്ടുന്ന ഒരു ദിവസമാണ് പെരുന്നാളിന്റെ ദിവസം. എന്താണ് പെരുന്നാൾ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ആദ്യമായി നിർവഹിച്ചത് ചെറിയ പെരുന്നാളായിരുന്നു. ഹിജ്റ 2-ാം വർഷമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെറിയ പെരുന്നാൾ ആദ്യമായി നിസ്കരിച്ചത്. ചെറിയ പെരുന്നാളിന്റെ ചില ഹുക്കുമുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ പറയുന്നത്. ചെറിയ പെരുന്നാളിന്റെ മഹത്വങ്ങൾ, ധാരാളം മഹത്വങ്ങൾ ചെറിയ പെരുന്നാളിനെ സംബന്ധിച്ചുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിനു അഅയാദകും ബിത്തക്ബീർ. നിങ്ങളുടെ പെരുന്നാളുകളെ നിങ്ങൾ തക്ബീറുകൾ കൊണ്ട് ഭംഗിയാക്കണം. പൊന്നാര മുത്തുനബി തങ്ങൾ പറയാം, പെരുന്നാൾ ദിവസത്തെ ആഘോഷങ്ങൾ അതിരുവിടാതെ ആഘോഷങ്ങൾ വേണം. എന്താണ് ആയിരിക്കണം കൂടുതൽ പെരുന്നാളിന്റെ ദിവസത്തെ ഭംഗിയാക്കാൻ, അലങ്കരിക്കാൻ? എന്തുകൊണ്ടാണ് നമ്മൾ അലങ്കരിക്കേണ്ടത്? ബിത്തക്ബീർ, തക്ബീറുകളെ കൊണ്ടാണ്. എവിടെയും തക്ബീറിന്റെ ശബ്ദങ്ങളാണ് മുഴകി കേൾക്കേണ്ടുന്നത്. മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാം. എന്താണ്? അന്ന ഇബ്ലീസ യറുന്നു ഫീ കുല്ലി ഈദിൻ. എല്ലാ പെരുന്നാളിന്റെ ദിവസവും ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയും ആര്? ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ പൊട്ടിക്കരയും. കാരണം എന്താണ്? കഴിഞ്ഞ ഒരു മാസം അവനെ ബന്ധനസ്ഥനാക്കിയിരിക്കുകയായിരുന്നു, അവനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ ഒരു മാസം വിശ്വാസികളായ ആളുകളെ ഒന്നും ചെയ്യാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. കൃത്യമായി നോമ്പെടുത്തു. എത്ര എഴുന്നേൽക്കാത്തവരാണെങ്കിലും സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റു, ഇടത്താഴം കഴിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, രാത്രി കൃത്യമായി ഇശാ നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു. ഇവിടെയൊന്നും ഇബ്ലീസിന് ഈ ഇബാദത്തുകളെ മുടക്കാൻ കഴിഞ്ഞില്ല. എത്ര തണുപ്പാണെങ്കിലും എത്ര ചൂടാണെങ്കിലും രാവിലെ നേരത്തെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാനും നിസ്കരിക്കാനും ഒക്കെ ഒരു മനസ്സ് വിശ്വാസിക്കുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ അല്ലാഹു ബന്ധനസ്ഥനാക്കിയത് കൊണ്ടാണ്. പക്ഷേ റമദാൻ കഴിഞ്ഞ് ശവ്വാലിന്റെ പൊന്നമ്പിളി മാനത്ത് തെളിയുമ്പോ ഇവനെ ചങ്ങലയിൽ നിന്നും അല്ലെങ്കിൽ കെട്ടിയിടപ്പെട്ടതിൽ നിന്നും അവനക്ക് മോചനം കൊടുത്ത് അവൻ രംഗപ്രവേശനം ചെയ്യും. അവൻ വന്നു നോക്കുമ്പോ ആളുകൾക്കൊക്കെ അല്ലാഹു തആല നരകമോചനം കൊടുത്തിരിക്കുന്നു, പാപപൊറുക്കൽ കൊടുത്തിരിക്കുന്നു, കാരുണ്യം കൊടുത്തിരിക്കുന്നു, സ്വർഗപ്രവേശനം കൊടുത്തിരിക്കുന്നു. ആളുകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്, ഇബാദത്തുകൾ ചെയ്ത് നല്ല മുഖത്തിനൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നോമ്പെടുത്ത വിശ്വാസികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഈമാനികമായ ഒരു തെളിച്ചം കാണാൻ കഴിയും. ഇതൊക്കെ പാടെ കണ്ടിട്ട് ഇബ്ലീസ് പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് ഫതജ്തമിഉ ഇലൈഹിൽ അബാലിസ, ബാക്കിയുള്ള ഇബ്ലീസുകളൊക്കെ, കുട്ടി ഇബ്ലീസുകളൊക്കെ
ഇവന്റെ അരികിലേക്ക് ഒരുമിച്ച് കൂടിയിട്ട് ചോദിക്കും, യാ സയ്യിദന മിമ്മ അഗ്ലബക, ഇത്ര കോപാകുലനായി ഇത്ര ദേഷ്യം പിടിച്ച് നിങ്ങളിങ്ങനെ പൊട്ടിക്കരയുന്നത് എന്താണ് നേതാവേ എന്ന് ബാക്കിയുള്ള ഇബ്ലീസ് കുട്ടികൾ ചോദിക്കുമ്പോ ഫയഖൂലു, അവൻ പറയും, ഇന്നല്ലാഹ ഗഫറ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹാദൽ യൗമി. ഈ പെരുന്നാളിന്റെ ദിവസം ഞാൻ നോക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾക്ക് അല്ലാഹു തആല പാപങ്ങളൊക്കെയും പുറത്തു കൊടുത്തിരിക്കുന്നു. പാപികളായിട്ട് ആരെയും കാണാൻ കഴിയുന്നില്ല. ഇത്രയും കാലം നമ്മൾ അധ്വാനിച്ചതൊക്കെ വെറുതെയായി പോയിരിക്കുന്നു. അതുകൊണ്ട് ഫഅലൈക്കും, നിങ്ങളൊക്കെ റെഡിയാവണം, ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ റെഡിയാകണം. അൻ തശ്ഗലൂഹും ബില്ലദാത്തി വശഹവാതി, ആവശ്യമില്ലാത്ത വൈകാരിക ചിന്തകളിലേക്കും ആവശ്യമില്ലാത്ത രസങ്ങളിലേക്കും ആഡംബരങ്ങളിലേക്കും ആർഭാടങ്ങളിലേക്കും ഒക്കെ ഈ ആളുകളെ ഇളക്കിവിട്ട് അവർ നേടിയെടുത്ത ആ ആത്മീയ ചൈതന്യവും ഈമാനും ഒക്കെ പൊളിച്ചു കളയാൻ നിങ്ങളൊക്കെ സജീവമാകണം, നിങ്ങളൊക്കെ ഉടൻ തന്നെ രംഗത്തേക്ക് ഇറങ്ങണം എന്ന് ഒരു നിർദ്ദേശം ഇബ്ലീസ് എന്ന നേതാവ് ബാക്കിയുള്ള ഇബ്ലീസുകൾക്ക് കൊടുക്കുന്നതാണ്. മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ ഹിക്കായത്ത് ചെയ്യുന്നതിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആഘോഷങ്ങൾ അതിരുവിടരുത്. നേടിയെടുത്ത ആ ആത്മീയ ചൈതന്യം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ തറാവീഹ് നിസ്കരിച്ചു, നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചു, തസ്ബീഹ് നിസ്കരിച്ചു, തൗബ ചെയ്തു, നോമ്പെടുത്തു. ഈ ഇബാദത്തുകളുടെയൊക്കെ പ്രതിഫലം നീണ്ട ഒരു മാസം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഈ ആത്മീയ ചൈതന്യം കേവലം ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിച്ചു കളയാൻ ഇവൻ ശ്രമിക്കും. സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പെരുന്നാളിന്റെ ദിവസം നമ്മുടെ ഇബാദത്തുകൾ പൊളിഞ്ഞു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ നാം വളരെ ശ്രദ്ധിക്കണം. യാത്രകൾ നല്ലതാണ്, ബന്ധുക്കളെ കാണാനും അതുപോലെ കുടുംബങ്ങളുമൊത്തൊരു സന്തോഷത്തിന്റെ ഒരു യാത്രയൊക്കെ നല്ലതാണ്. പക്ഷെ ആ യാത്രകളിലൊക്കെ നമ്മുടെ നിസ്കാരം മുടങ്ങിപ്പോകരുത്. നിസ്കാരം മുടങ്ങുന്ന, സംസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു യാത്രയാകാൻ പാടില്ല. യാത്രയിൽ നിസ്കാരവും നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ സംസ്കാരവും നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനത്തെ യാത്രയെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസുകൾ അത് വെച്ചുകൊണ്ട് ഫുഖഹാക്കൾ നമുക്ക് പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ച് വിശദീകരിച്ച് തരുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരം നമ്മുടെ ഹനഫി മദ്ഹബ് പ്രകാരം എങ്ങനെയാണ്? സ്വലാത്തുൽ ഈദൈനി, രണ്ട് പെരുന്നാളും, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും നമ്മുടെ മദ്ഹബ് പ്രകാരം വാജിബത്തുൻ, അത് നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം എന്താണ്? വാജിബാണ്, നിർബന്ധമാണ്. വഹിയ റകഅത്താനി ജഹരിയത്താനി, എങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്? ഈ നിസ്കാരം ഉറക്കെ ഓതി നിസ്കരിക്കേണ്ടുന്ന 2 റകഅത്താണ്. ചെറിയ പെരുന്നാളും 2 റകഅത്താണ്, വലിയ പെരുന്നാളും 2 റകഅത്താണ്. തുസല്ല ബഅദ ഇർതിഫാഇ ശംസി ഖദ്റ റുംഹിൻ, സൂര്യൻ ഉദിച്ച് ഉയർന്ന് ഒരു കുന്തത്തിന്റെ മുഴം, അതായത് സൂര്യൻ ഉദിച്ച് ഉയർന്ന് ഒരു 20 മിനിറ്റ് കൂടി കഴിയുമ്പോ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ആയി. സാധാരണ ഉദയം എത്ര മണിക്കാണ്? ആ ഉദയം കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കൂടി കഴിയുമ്പോ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നതാണ്. വഫീഹ, ഈ നിസ്കാരത്തിൽ, ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറാത്തുൻ, കുറെ തക്ബീറുകളുണ്ട്, പ്രത്യേകമായ തക്ബീറുകളുണ്ട്. ആ തക്ബീറുകൾക്ക് പേരുണ്ട് തക്ബീറത്തു സവാഇദി, അധികരിച്ച തക്ബീറുകൾ. അധികരിച്ച തക്ബീറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന തക്ബീറുകൾ ആ പെരുന്നാൾ നിസ്കാരത്തിലുണ്ട്. സലാസുൻ ഫി റകഅത്തിൽ ഊല ബഅദ സനാഇ,
3 തക്ബീർ സനാഇന് ശേഷം, ഒന്നാമത്തെ റക്അത്തിലെ സനാഇന് ശേഷം 3 തക്ബീറുകളും, വസലാസുൻ ഫി റക്അത്തി സാനിയതി ഖബല റുകൂഇ, രണ്ടാമത്തെ റക്അത്തില് റുകൂഇലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് 3 തക്ബീറുകളും. ഇങ്ങനെ 6 തക്ബീറുകൾ 2 റക്അത്തിലായി 6 തക്ബീറുകളാണ് അധികരിച്ച തക്ബീറുകളായി പെരുന്നാൾ നിസ്കാരത്തിലുള്ളത്. വതുൽഖൽ ഖുതുബത്തു ബഅദ സ്വലാത്തി, നിസ്കാരത്തിന് ശേഷം ഖുതുബ ഓതപ്പെടേണ്ടതാണ്. അപ്പം ഇതാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത്. ആർക്കാണ് ഈ ചെറിയ പെരുന്നാൾ നിസ്കാരം നിർബന്ധമാകുന്നത്? എല്ലാവർക്കും നിർബന്ധമുണ്ടോ? ഈ നോക്കാം നമുക്ക്. ലാ തജിബു സ്വലാത്തുൽ ഈദൈനി ഇല്ലാ അലല്ലദി തജിബു അലൈഹിൽ ജുമുഅത്തു, ജുമുഅ നിർബന്ധമാകുന്ന ആളുകൾക്ക് മാത്രമാണ് പെരുന്നാൾ നിസ്കാരവും നിർബന്ധമാകുന്നത്. അടിവരയിട്ട് നാം ശ്രദ്ധിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. ജുമുഅ നിർബന്ധമാകുന്ന ആളുകൾക്ക് മാത്രമേ പെരുന്നാൾ നിസ്കാരം നിർബന്ധമാവുകയുള്ളൂ. ഫതജിബു സ്വലാത്തുൽ ഈദൈനി, അപ്പോ 2 പെരുന്നാൾ, ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളാണെങ്കിലും ഈ പെരുന്നാൾ നിസ്കാരം നിർബന്ധമാകുന്നത് അലർ റജുലി സ്വഹീഹി, നല്ല ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ മേൽ മാത്രമേ നിർബന്ധമുള്ളൂ. അൽ ഹുരി അൽ മുഖീമി അൽ ബസീരി, അതായത് സ്വതന്ത്രനായ, നാട്ടിലെ സ്ഥിരതാമസക്കാരനായ, കാഴ്ചയുള്ള, എന്താണ് കാഴ്ചയുള്ള ഒരു പുരുഷന്റെ മേലാണ് പെരുന്നാൾ നിസ്കാരം നിർബന്ധമുള്ളത്. അങ്ങനെ വരുമ്പോ വലാ തജിബു, നിർബന്ധമില്ല, സ്വലാത്തുൽ ഈദൈനി അലൽ മർഅത്തി, ഹനഫി മദ്ഹബ് പ്രകാരം ഒരു പെണ്ണിന് പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല. വൽ മരീദി, രോഗികൾക്കും പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല. വർ റഖീഖി, അടിമകൾക്ക് പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല. വൽ മുസാഫിരി, യാത്രക്കാരനും പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല. വൽ അഅമ, കണ്ണ് കാണാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾക്കും പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല. അതേപോലെ നടന്നു പോകാൻ കഴിയാത്ത ഒരാൾ, അയാൾക്ക് നടന്നു പോകാൻ കഴിയില്ല, വികലാംഗനാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥയിൽ കിടക്കുകയാണ്, ഏതായാലും നടന്നു പോകാൻ കഴിയില്ല, അയാളുടെ മേലും പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് പെണ്ണുങ്ങളൊക്കെ പെരുന്നാൾ നിസ്കരിക്കുന്നത്? പെണ്ണുങ്ങൾക്ക് പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല എന്നതുകൊണ്ട് സുന്നത്തുണ്ടോ? സുന്നത്തുമില്ല. അപ്പം നിർബന്ധമില്ല, സുന്നത്തില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കവേ പിന്നെന്തിനാണ് ഈ പെണ്ണ് പെരുന്നാൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് കുപ്പായം ഇട്ടുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പോകുന്നത്? എന്തിനാണ് ചില പള്ളികളിലേക്ക് പെണ്ണുങ്ങൾ പോകുന്നത്? ബിദ്അത്തിന്റെ ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയ ചില പള്ളികളിലേക്ക് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പോകാറുണ്ട്, ഇല്ലേ? ഹനഫി മദ്ഹബ് പ്രകാരം അവൾക്ക് പെരുന്നാൾ നിസ്കാരം ഇല്ല എന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? അവരെക്കാൾ വലിയ പണ്ഡിതൻ ആരാണുള്ളത്? താബിഈങ്ങളുടെ കാലത്ത് താബിആയി ജീവിച്ച് സഹാബത്തിന്റെ കാലത്ത് സഹാബത്തിനെ നേരിട്ട് കണ്ട മഹാനാണ് ഇമാമുൽ അഅലം വൽ അഖ്ദം അബൂ ഹനീഫ അൻ-നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ, അതാണല്ലോ ഒന്നാമത്തെ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബ്, ആ മദ്ഹബിൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു സ്ത്രീകൾക്ക് പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല. അപ്പം നിർബന്ധമില്ല, സുന്നത്തുണ്ടോ? സുന്നത്തുമില്ല. അതാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നിർബന്ധമില്ലാത്ത ഒരു സംഗതിക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് പോകേണ്ടത്? ഇനി ചില സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ വീട്ടിൽ പെരുന്നാൾ നിസ്കരിക്കും അത്രേ. അങ്ങനെ ഒരു നിസ്കാരമില്ല. വീട്ടിൽ നിസ്കരിച്ചാൽ പെരുന്നാൾ നിസ്കാരം സ്വഹീഹാവുകയില്ല. പെരുന്നാൾ നിസ്കാരമായി തീരണമെങ്കിൽ,
പെരുന്നാൾ നിസ്കാരം സ്വഹീഹാകണമെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാൻ പോകുന്നു. അത് പാലിച്ചെങ്കിൽ മാത്രമേ പെരുന്നാൾ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. എന്താണ്? നമ്മുടെ നാടുകളിൽ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാക്കൾ, ഇമാമിയങ്ങൾ, അവരുടെ മദ്ഹബിൽ അവരാരും പഠിപ്പിച്ചിട്ടില്ല പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി അല്ലെങ്കിൽ ഈദ്ഗാഹിൽ പോയി നിസ്കരിക്കണം എന്നാരും പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് സുന്നത്തില്ല, ഫർദില്ല, വാജിബില്ല, ഇതൊന്നുമില്ലാത്ത സ്ഥിതിക്ക് പിന്നെ പോകേണ്ടത് എന്തിനാണ്? നമുക്കൊരു പ്രതിഫലവും ഇല്ല. നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിഫലം ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു സുന്നത്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ പോകുന്നത് തെറ്റില്ല എന്ന് പറയാമായിരുന്നു. അങ്ങനത്തെ ഒരു പ്രതിഫലവും ഇല്ലല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ ആരെങ്കിലും സ്ത്രീകളെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ബിദ്അത്തിന്റെ മുബ്തദിഉകളായ അഥവാ പുത്തനാശയക്കാരായ പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ അത് കാറ്റിൽ പറത്തി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി രംഗപ്രവേശനം നടത്തിയ ബിദ്അത്തിന്റെ ആളുകളുടെ വാദമാണ് സ്ത്രീകൾ പെരുന്നാൾ നിസ്കരിക്കാനും ജുമുഅ നിസ്കരിക്കാനും ഒക്കെ പള്ളിയിലേക്ക് പോകണം, ഈദ്ഗാഹിലേക്ക് പോകണം എന്നുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ പൊന്നാര മുത്തുനിബിതങ്ങൾ പഠിപ്പിച്ച ആദർശത്തിൽ, ആശയത്തിൽ, ആ ആദർശം കണ്ടുപിടിച്ച സ്വഹാബത്തിന്റെ ആദർശത്തിൽ, ആ സ്വഹാബത്ത് പഠിപ്പിച്ച, സ്വഹാബത്തിനെ കണ്ടുപഠിച്ച ഇമാമിങ്ങളുടെ ആദർശത്തിൽ ഒന്നും തന്നെ ഒരു സ്ഥലത്തും തന്നെ സ്ത്രീകൾ ജമാഅത്തിന് വേണ്ടി അല്ലെങ്കിൽ ജുമുഅയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പെരുന്നാളിന് വേണ്ടി പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് പോയ ഒരു ചരിത്രവും ഇല്ല. ഒരു ഇമാമും നമ്മളെ പഠിപ്പിക്കുന്നില്ല. അല്ലാഹു തആല നമുക്ക് ദീൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നുകൂടി പറയുന്നു, സ്ത്രീകൾക്ക് പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല. പള്ളിയിൽ നിന്നല്ല, ഈദ്ഗാഹിൽ നിന്നല്ല, വീട്ടിലാണെങ്കിൽ പോലും പെണ്ണുങ്ങൾക്ക് പെരുന്നാൾ നിസ്കാരമില്ല. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി പെരുന്നാൾ നിസ്കാരം ശരിയാകണമെങ്കിൽ കുറച്ച് ഷർത്തുകളുണ്ട്. ഈ ഷർത്തുകൾ പാലിക്കണം. എന്താണ് ആ ഷർത്തുകള്? ഈ ഷർത്തുകൾ ഉണ്ടെങ്കിലേ പെരുന്നാൾ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. ഒന്ന്, അൽ മിസ്റു വ ഫനാഉഹു, പട്ടണത്തിൽ വെച്ചായിരിക്കണം. പട്ടണത്തിൽ വെച്ചായിരിക്കണം പെരുന്നാൾ നിസ്കരിക്കേണ്ടത്. പെരുന്നാൾ നിസ്കരിക്കേണ്ടത് എവിടാണ്? ഒരു പട്ടണത്തിൽ, അപ്പം ഒരു ഉൾഗ്രാമത്തിൽ വെച്ചല്ല പെരുന്നാൾ നിസ്കരിക്കേണ്ടത്. പിന്നെ ആ പട്ടണത്തിൽ തന്നെ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? അസ്സുൽത്താനു വ നായിബുഹു. നാട്ടിലെ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ആ ഇസ്ലാമിക ഭരണാധികാരി, അവരാണ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതാണ് സുൽത്താൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഇസ്ലാമിക രാജ്യമല്ല നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം എന്താണ്? ജനാധിപത്യ രാജ്യമാണ്, അല്ലേ? എല്ലാ മതങ്ങളും ഉള്ള ഒരു രാജ്യമാണ്. അത് ഇസ്ലാമിക രാജ്യമാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോ ഇവിടെ സുൽത്താൻ ഇല്ല. അപ്പൊ പിന്നെ അവിടെ എന്താണ്? ഇമാമിങ്ങളാണ്. ആ മഹല്ലുകളിലെ ഇമാമിങ്ങളാണ് പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്, പെരുന്നാൾ നിസ്കരിപ്പിക്കേണ്ടത്. 3, അൽ ഇദ്നുൽ ആം. വളരെ വിശദീകരിക്കേണ്ടുന്ന ഒരു ഷർത്താണ് അൽ ഇദ്നുൽ ആം. പൊതു, വാക്കിന്റെ അർത്ഥം ഞാൻ പറയാ. എന്താണ് ഇദ്നുൽ ആം എന്ന് പറഞ്ഞാൽ? പൊതു അനുവാദം ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ ജുമുഅ നിസ്കരിക്കുകയാണ്. നമ്മൾ കൊറോണ സമയത്ത് വലിയ വിവാദങ്ങൾ നടന്നു. ഷാഫിഈ മദ്ഹബിൽ പ്രകാരം പണ്ഡിതന്മാര് പ്രഖ്യാപിച്ചു, ആരും പള്ളിയിലേക്ക് വരണ്ട, വീടുകളിൽ പെരുന്നാൾ നിസ്കരിച്ചാൽ മതി. ഷാഫിഈ മദ്ഹബ് പ്രകാരം അത് പറ്റും. പക്ഷേ ഈ ഫത്വ കണ്ടിട്ട് ചില ഹനഫി മുസ്ലിയാക്കന്മാരും പറഞ്ഞു വീട്ടിൽ നിസ്കരിക്കാം. അങ്ങനെ വീടുകളിൽ നിസ്കരിച്ചു. എന്നാൽ ശരിക്കും ഹനഫി മദ്ഹബിന്റെ നിയമം എന്താണ്? ഈ ഒരു ഷർത്ത് അത് പാലിച്ചെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ? നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ, പെരുന്നാൾ നിസ്കാരം. എന്താണ് ആ ഷർത്ത്? പൊതു സമ്മതം. പൊതു സമ്മതം വെച്ചാൽ എല്ലാവർക്കും സമ്മതം കൊടുക്കുക. കൊറോണ സമയത്ത് വീട്ടിൽ നിസ്കരിക്കുമ്പോ എല്ലാവർക്കും സമ്മതം കൊടുക്കാൻ പറ്റില്ല. ഗവൺമെന്റ് പറഞ്ഞു 20 പേരിൽ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 10 പേരിൽ കൂടാൻ പാടില്ല.
അപ്പോഴാണ് ഇയാൾ പൊതുസമ്മതം കൊടുത്ത് വീട്ടിലേക്ക് ആളുകളൊക്കെ ക്ഷണിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ വരുമ്പോ അവിടെ പെരുന്നാൾ നിസ്കാരം പാടില്ല. പെരുന്നാൾ നിസ്കാരമല്ല അവിടെ വേണ്ടത്. അവർ പെരുന്നാൾ നിസ്കരിക്കണ്ട. അവർ അവരവരുടെ വീടുകളിൽ ളുഹാ നിസ്കരിച്ചാൽ മതി. ഇതാണ് ഹനഫി മദ്ഹബിന്റെ ഫത്വ. ഇതാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. മുമ്പും ഇങ്ങനെ പെരുന്നാൾ നിസ്കാരങ്ങൾ മുടങ്ങേണ്ടി വരുന്ന, അതേ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥകൾ മുമ്പ് പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ ഫത്വ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം പൊതു നിർബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞത് എന്താണ്? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ ഒരു വീട്ടിലാണ്, ഒരു ഹാളിലാണ് പെരുന്നാൾ നിസ്കരിക്കുന്നതെങ്കിൽ അടച്ചിടപ്പെട്ട വാതിലുകൾ ആകാൻ പാടില്ല. തുറക്കപ്പെട്ട വാതിലുകളായിരിക്കണം. വാതിലുകൾ തുറന്നിടണം. ആര് വന്നാലും അവരെ തടയാൻ പാടില്ല. അവരെ സ്വീകരിക്കാൻ പറ്റുന്ന, അവർക്കൊക്കെയും വന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. ഇതിനാണ് ഇദ്നുൽ ആം എന്ന് പറയുന്നത്. കൊറോണ സമയത്ത് അങ്ങനെ നമുക്കൊരു സംവിധാനം കഴിയില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഹനഫി മദ്ഹബില് അത് പറ്റൂല, പെരുന്നാൾ നിസ്കാരം വീട്ടിലൊന്നും പറ്റൂല എന്ന് പറയാനുള്ള കാരണം അതാണ്. 4 അൽ ജമാഅത്തു, ജമാഅത്ത് വേണം. 4ാമത്തെ ഷർത്ത് എന്താണ്? ജമാഅത്ത് വേണം. ജമാഅത്ത് ഉണ്ടെങ്കിലേ പെരുന്നാൾ നിസ്കാരം പറ്റുള്ളൂ. അപ്പം പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ നിസ്കരിച്ചാൽ, ജമാഅത്തില്ലാതെ നിസ്കരിച്ചാൽ എന്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടുമോ? ഇല്ല. ജമാഅത്ത് ഷർത്താണ്. ഹനഫി മദ്ഹബിൽ ജമാഅത്ത് എന്താണ്? ഷർത്താണ്. എത്രത്തോളം? തൻഅഖിദുൽ ജമാഅത്തു ഫി സ്വലാത്തിൽ ഈദൈനി ബിൽ വാഹിദി മാൽ ഇമാമി. ഇമാമിനോടൊപ്പം ഒരാളെങ്കിലും ഉണ്ടായാൽ മതി. ഇമാമ് വേണം. ഇമാം എന്തായാലും പുരുഷനായിരിക്കണമല്ലോ. ആ ഇമാമിന്റെ കൂടെ ഒരാളെങ്കിലും ബാക്കിൽ മഅ്മൂമായിട്ട് വേണം. അങ്ങനെ ജമാഅത്ത് നടന്നെങ്കിൽ മാത്രമേ പെരുന്നാൾ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. 5 അൽ വഖ്തു, സമയം കൃത്യമായി പാലിക്കണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം യബ്തദിഉ വഖ്ത സ്വലാത്തിൽ ഈദൈനി. 2 പെരുന്നാൾ നിസ്കാരത്തിന്റെയും സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഇദർതഫഅത്തി ശംസു ഖദറ റുംഹിൻ. സൂര്യൻ ഉദിച്ച് ഉയർന്ന് ഒരു കുന്തത്തിന്റെ അത്രയും ഉയർന്നത് മുതൽ, അതായത് സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു 20 മിനിറ്റ് കഴിയുമ്പോ ആ സമയം മുതൽ വയന്തഹി ബിസവാലി ശംസി, സൂര്യൻ മധ്യാഹ്നത്ത് നിന്ന് തെറ്റുന്നത് വരെയാണ് പെരുന്നാളിന്റെ സമയം. ഈ സമയത്തായിരിക്കണം പെരുന്നാൾ നിസ്കരിക്കേണ്ടത്. അപ്പൊ ആ സമയം കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളില്ല. ഉച്ചയ്ക്ക് ശേഷം പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, തസ്ഹു സ്വലാത്തുൽ ഈദൈനി ബിദൂനിൽ ഖുതുബത്തി. ഖുതുബ ഇല്ലാതെ പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റും ഹനഫി മദ്ഹബിൽ, സ്വഹീഹാകും. പക്ഷെ കറാഹത്താണ്. കറാഹത്തോടുകൂടിയാണ് സ്വഹീഹാകുന്നത്. ഖുതുബ ഇല്ലാതെ പെരുന്നാൾ നിസ്കാരം പറ്റും. അതേപോലെ തസ്ഹു സ്വലാത്തുൽ ഈദൈനി ഇദാ ഖുദ്ദിമത്തിൽ ഖുതുബത്തു അല സ്വലാത്തി. ആദ്യം ഖുതുബ ഓതി പിന്നെ നിസ്കരിക്കുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് ആദ്യം നിസ്കാരം അല്ലേ, പിന്നെ ഖുതുബ. അങ്ങനെയാണ് നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിൽ ആദ്യം ഖുതുബ എന്ത് ചെയ്യാം? നിർവഹിക്കാം. ശേഷം നിസ്കാരവും നടത്താം. കുഴപ്പമില്ല, അനുവദനീയമാണ്. പക്ഷെ അത് കറാഹത്താണ്. നിസ്കാരം സ്വഹീഹാകും, പക്ഷേ ഹുക്കം എന്താണ്? കറാഹത്താണ്. അപ്പം പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞത്. പെരുന്നാൾ ദിവസത്തിൽ സുന്നത്തായ കുറച്ച് കാര്യങ്ങളുണ്ട്. പെരുന്നാൾ ദിവസത്തിൽ ആ സുന്നത്തുകൾ പാലിക്കണം. എന്തൊക്കെയാണ് ആ സുന്നത്തുകൾ? 1 അയ്യന്തബിഹ മിനൻ നൗമി മുബക്കിർ, നേരത്തെ എഴുന്നേൽക്കുക. സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക. എന്നിട്ട് അയ്യുസല്ലി സ്വലാത്ത സുബ്ഹി ഫി മസ്ജിദിൽ ഹയ്യി, ആ നാട്ടിലെ ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ ചെന്ന് സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കുക. പെരുന്നാൾ നിസ്കരിക്കാൻ സമയമാകുമ്പോൾ പുത്തൻ കുപ്പായം വലിച്ചു കയറ്റി പള്ളിയിലേക്ക് പോകലല്ല പെരുന്നാള്. പെരുന്നാൾ നിസ്കാരത്തിന്റെ സുന്നത്തുകൾ, പെരുന്നാൾ ദിവസത്തിന്റെ സുന്നത്തുകൾ കൂടി പാലിക്കണം. എന്താണ് ആ സുന്നത്ത്? പെരുന്നാൾ ദിവസത്തെ സുബഹി നിസ്കാരം
അവന്റെ ജമാഅത്ത് നടക്കുന്ന പള്ളി ഏതാണോ ആ പള്ളി, ജമാഅത്ത് നടക്കുന്ന തൈക്കാവാണെങ്കിലും വലിയ ജുമാഅത്ത് പള്ളിയാണെങ്കിലും ജമാഅത്ത് നടക്കുന്ന പള്ളി എവിടെയാണോ ആ പള്ളിയിൽ ചെന്ന് ജമാഅത്തായി സുബഹി നിസ്കരിക്കണം. അത് സുന്നത്താണ്. പല ആളുകളും അത് നിർവഹിക്കലില്ല. പെരുന്നാൾ ദിവസത്തെ ജമാഅത്ത് നിസ്കാരം പള്ളിയിൽ നോക്കണം, ആകെ 1 2 സഫ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോൾ പെരുന്നാൾ നിസ്കാരമാവും. പെരുന്നാൾ നിസ്കാരമാകുമ്പോ പള്ളിക്കകം ഫുള്ളായി, പള്ളിക്ക് പുറം ഭാഗം ഫുള്ളായി, റോഡ് നിറയെ ആളുകളായി. വലിയ ഒരു സുന്നത്ത് അത് മുടക്കി ഈ പെരുന്നാൾ നിസ്കരിക്കാൻ വന്ന ആളുകളൊക്കെ. എങ്ങനത്തെ സുന്നത്താണ്? അന്നത്തെ ദിവസത്തെ സുബഹി നിസ്കാരം ജമാഅത്തായി തന്നെ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമായിരുന്നു. ആ ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് പാടില്ല, വളരെ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ സുന്നത്ത് അയ്യസ്താക്ക, അന്ന് പല്ല് തേക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. പല്ല് തേക്കൽ എല്ലാ ദിവസവും പല്ല് തേക്കൽ സുന്നത്തുണ്ട്. എന്നാൽ അന്നത്തെ ദിവസം പ്രത്യേകം പല്ല് തേക്കൽ എന്താണ്? സുന്നത്തുണ്ട്. അയ്യഗ്തസില, കുളിക്കൽ സുന്നത്തുണ്ട്. അയ്യൽബസ അഹ്സനു സിയാബിഹി, വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്തുണ്ട്. അയ്യത്തത്വയ്യബ, മണവസ്തു നല്ല സുഗന്ധം, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത നല്ല സുഗന്ധങ്ങൾ പൂശി പള്ളിയിലേക്ക് പോകണം, അത് സുന്നത്താണ്. അതേപോലെ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ലഘു ഭക്ഷണം കഴിച്ചിട്ട് പോവുക, അത് സുന്നത്താണ്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഒരു ലഘു ഭക്ഷണം, അത് വലിയ വിശാലമായ ഭക്ഷണം ആകണമെന്നില്ല, ഒരു ലഘു ഭക്ഷണം എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകൽ എന്താണ്? സുന്നത്താണ്. അതേപോലെ സദഖത്തുൽ ഫിത്രി ഖബല ദഹാബി ഇലൽ മുസല്ല ഇദാ കാനത് സദഖത്തുൽ ഫിത്രി വാജിബത്തുൻ അലൈഹി, ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ വ്യക്തിയാണ് എങ്കിൽ പള്ളിയിലേക്ക് പോകുന്നതിന് മുന്നേ ആ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ട് പോകണം, അതും സുന്നത്താണ്. അപ്പോ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം, അതും സുന്നത്താണ്. അന്നത്തെ ദിവസം കഴിവിന്റെ പരമാവധി സ്വതക്ക അധികരിപ്പിക്കണം, അതും സുന്നത്താണ്. കഴിവിന്റെ പരമാവധി സ്വതക്ക അധികരിപ്പിക്കണം. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോഴൊക്കെ റോഡ് മുതൽ പള്ളിയുടെ മുറ്റം വരെ ആളുകൾ ഇങ്ങനെ നിരന്ന് കൈനീട്ടി യാചകരായിട്ട് ഇരിപ്പുണ്ടാവും. ആ എല്ലാ യാചകർക്കും കൊടുക്കുന്നത് സ്വതക്കയാകണം എന്നില്ല, അതൊക്കെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ സ്വതക്ക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? സ്വതക്ക അതൊരു സൽക്കർമ്മമാണ്, ദാനധർമ്മമാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. അത് അർഹതപ്പെട്ട ആളുകൾക്ക് സ്വതക്ക കൊടുക്കുക, സ്വതക്ക അധികരിപ്പിക്കുക, അതും സുന്നത്താണ്. അതുപോലെ മുഖത്ത് നല്ല സന്തോഷവും നല്ല മുഖപ്രസന്നതയും വെളിവാക്കുക. വലിയ ഗൗരവത്തോടുകൂടി അല്ല പള്ളിയിൽ പോകേണ്ടത്. പെരുന്നാൾ ദിവസം പള്ളിയിൽ പോകേണ്ടത് വലിയ ഗൗരവത്തോടുകൂടി അല്ല പള്ളിയിലേക്ക് പോകേണ്ടത്. പിന്നെങ്ങനാ പോകേണ്ടത്? മുഖത്ത് നല്ല പ്രസന്നത, ഒരു ചിരിച്ച മുഖത്തുണ്ടാകണം. അങ്ങനെ വേണം പള്ളിയിലേക്ക് പോകാൻ, പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകാൻ, അത് സുന്നത്താണ്. അതേപോലെ ഇലൽ മുസല്ല മാഷിയൻ മുബക്കിറൻ സിർറൻ വയഖ്തഅ തക്ബീറ ഇദൻതഹ ഇലൽ മുസല്ല, അവൻ പള്ളിയിലേക്ക് നേരത്തെ പോകണം. കുറെ വൈകി ഇമാമ് ഖുത്ബ എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിയാൻ നേരത്തല്ല പള്ളിയിലേക്ക് പോകേണ്ടത്, നേരത്തെ പള്ളിയിലേക്ക് പോകണം. നേരത്തെ പള്ളിയിലേക്ക് നടന്നാണ് പോകേണ്ടത്. കുറെ ദൂരമുണ്ട് പള്ളിയും, അപ്പൊ പിന്നെ വണ്ടി എടുത്തോണ്ട് പോകാം എന്ന് ചിന്തിക്കാതെ ദൂരെയാണെങ്കിൽ കുറച്ച് നേരത്തെ നടന്നു പോകണം, അങ്ങനെ പോകണം എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പം വണ്ടി എടുത്തത് എന്തിനാണ്? കുറെ ദൂരെയാണ് വീട്, പള്ളിയും വിട്ട് കുറെ ദൂരെയാണ്. ദൂരെയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നേരത്തെ ഇറങ്ങി നടന്നാൽ മതി. അങ്ങനെ നടന്നു പോകൽ എന്താണ്? തക്ബീർ പതുക്കെ സ്വന്തം നഫ്സ് കേൾക്കുന്ന രീതിയിൽ തക്ബീറും ചൊല്ലി നടന്നു പോകല് സുന്നത്താണ്.
പള്ളി എത്തുമ്പോ ആ തക്ബീർ അവിടെ അവസാനിക്കണം. മുസല്ല എത്തുമ്പോ, നിസ്കരിക്കുന്ന സ്ഥലം എത്തുമ്പോ തക്ബീർ അവസാനിപ്പിക്കണം. അതും സുന്നത്താണ്. അതേപോലെ ഇങ്ങോട്ട് വന്ന വഴിയിലൂടെയല്ലാതെ മറ്റൊരു വഴിയിലൂടെ മടങ്ങിപ്പോകലും എന്താണ്? സുന്നത്താണ്. യുക്റഹു അത്തനഫുലു ഖബല സ്വലാത്തിൽ ഈദൈനി ഫിൽ ബൈത്തി. പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഒരാള് വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. അതേപോലെ പള്ളിയിൽ വന്നാലും പെരുന്നാൾ നിസ്കാരത്തിനു മുന്നേ നഫിൽ നിസ്കാരം പാടില്ല, കറാഹത്താണ്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷവും സുന്നത്ത് നിസ്കാരം എന്താണ്? കറാഹത്താണ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ വീട്ടിൽ വേണമെങ്കിൽ 2 റക്അത്തോ 4 റക്അത്തോ ഒക്കെ സുന്നത്ത് നിസ്കരിക്കാം, കുഴപ്പമില്ല, കറാഹത്തില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേയും വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. ഇറങ്ങി പള്ളിയിലേക്ക് എത്തിയപ്പോ പെരുന്നാൾ നിസ്കാരത്തിന് മുന്നേ ഒരു സുന്നത്ത് നിസ്കാരം, അത് പാടില്ല. പള്ളിയിൽ വെച്ച് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു സുന്നത്ത് നിസ്കാരം, അതും പാടില്ല, കറാഹത്താണ്. ഇനി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലോ, അവിടെ ചെന്നാൽ വേണമെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാം, പറ്റും, കുഴപ്പമില്ല. വളരെ ലഘുവായി എങ്ങനെയാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത് എന്ന രൂപം, കൈഫിയത്ത് ഇൻഷാ അല്ലാഹ് പറയാം. എങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത്? ഇദാ അറത്ത അൻ തുസല്ലിയ സ്വലാത്തൽ ഈദി. പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാള് ഫഖും മഅൽ ഇമാമി, ഇമാമിനോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുക. ഇമാമിനോടൊപ്പം നിന്ന് സഫ് ക്ലിയറാക്കി നാവിയൻ സ്വലാത്തൽ ഈദി. ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാൾ നിസ്കാരം ഇമാമിനോടൊപ്പം നിർവഹിക്കുന്നു എന്ന് നിയത്ത് ചെയ്യണം. ചെറിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഇമാമിനോടൊപ്പം നിന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് വകബ്ബറ ലിത്തഹരീമത്തി, തക്ബീറത്തുൽ ഇഹ്റാം ആദ്യം കെട്ടും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടും ഇമാമ്. അപ്പോ ഇമാമിന്റെ പുറകെ നിൽക്കുന്ന നമ്മളൊക്കെ അല്ലാഹു അക്ബർ. കൈ എവിടം വരെയാണ് ഉയർത്തേണ്ടത്? ചെവി വരെയാണ് കൈ ഉയർത്തേണ്ടത്. വളരെ ശ്രദ്ധിക്കണം. ഇവിടം വരെയാണ്. ഷാഫി മദ്ഹബുകാരാണ് ചുമല് വരെ ഉയർത്തേണ്ടത്. ഇവിടം വരെ ഉയർത്തുള്ളൂ ഷാഫി മദ്ഹബുകാർ. ഹനഫികളായി നമ്മൾ ചെവി വരെ കൈ ഉയർത്തണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എന്താണ്? കൈ ഉയർത്തുക. എന്നിട്ട് ആ കൈ കെട്ടുക. എവിടാണ് കെട്ടേണ്ടത്? പൊക്കിളിന്റെ അടിയിൽ കൊണ്ടുവന്ന് കൈ കെട്ടുക. ഹനഫി മദ്ഹബുകാര് കൈ കെട്ടേണ്ടത് എവിടെയാണ്? പൊക്കിളിന്റെ അടിയിലാണ്. എന്നിട്ട് ഓതണം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന സനാ ഓതുക. സനാ ഓതി കഴിയുമ്പോ സുമ്മ കബ്ബറ മഅൽ ഇമാമി 3 മറാത്തിൻ, ഇമാമിനോടൊപ്പം 3 തവണ തക്ബീർ ചൊല്ലണം. അപ്പം കൈ ആദ്യം ഉയർത്തി, കൈ പൊക്കിളിന്റെ അടിയിൽ കൊണ്ട് കെട്ടി സനാ ഓതി കഴിയുമ്പം ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലി കൈ ഇങ്ങനെ ഉയർത്തി ആ കൈ താഴ്ത്തിയിടണം. കൈ ഉയർത്തിയിട്ട് കൈ എന്ത് ചെയ്യണം? താഴ്ത്തിയിടണം. എന്നിട്ട് അത് എത്ര തക്ബീറാണ്? 3 തക്ബീറാണ് ചൊല്ലുന്നത്. വർഫഇ യദൈക ഹിദാ ഉദ്നൈക, 2 കൈയും ചെവി വരെ ഉയർത്തി ആ കൈ താഴ്ത്തിയിടണം. ഓരോ തക്ബീർ ഇങ്ങനെ ചൊല്ലുമ്പോഴും കൈ ഇങ്ങനെ ഉയർത്തി താഴ്ത്തിയിടണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇങ്ങനെ 3 തക്ബീർ ചൊല്ലി അപ്പോഴും കൈ ഉയർത്തി ചെവി വരെ കൊണ്ടുവന്ന് താഴ്ത്തിയിടണം. ഇനി ഓരോ തക്ബീറിന്റെ ഇടയിലും എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ? നമ്മുടെ മദ്ഹബ് പ്രകാരം ഓരോ തക്ബീറിന്റെ ഇടയിലും ഒന്നും പറയേണ്ടതില്ല. സുമ്മസ്കുത്, മിണ്ടാതെ നിൽക്കണം എന്നാണ് കിതാബിൽ ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. അപ്പം അധികരിച്ച ഈ 3 തക്ബീറുകൾ, ആ തക്ബീറുകൾ ചൊല്ലി കൈ ഉയർത്തി താഴ്ത്തിയിടുമ്പോ അതിന്റെ ഇടയിൽ ഒന്നും പറയേണ്ടതില്ല, മിണ്ടാതെ നിൽക്കലാണ് വേണ്ടത്. ഇനി 3 തക്ബീർ കഴിഞ്ഞു. വൽ ഇമാമു യഖറഉ സിർറൻ, ഇമാമ് സിറായി പതുക്കെ അഊദും ബിസ്മിയും ഓതി സൂറത്തുൽ ഫാത്തിഹ ഉറക്കെ ഓതണം.
അഊദും ബിസ്മിയും പതുക്കെ ഓതണം. പല ഹനഫി പള്ളികളിലെ ഇമാമിങ്ങളും അഊദും ബിസ്മിയും ഒന്നും ഓതുന്നത് കേൾക്കാറില്ല. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഹനഫി മദ്ഹബിൽ അഊദും ബിസ്മി ഒന്നും ഇല്ല, പാടില്ല എന്നാണ്. അങ്ങനെയല്ല, സിറായി ഓതണം. അതായത് ശബ്ദം കുറച്ച് ഇമാമിന്റെ നഫ്സ് കേൾക്കുന്ന ആ ശബ്ദത്തിൽ മാത്രം സിറായിട്ട് അഊദും ബിസ്മിയും ഓതണം. ഓതിയിട്ട് ഉറക്കെ സൂറത്തുൽ ഫാത്തിഹ ഓതണം. ثم يضم الى الفاتحه سوره اخرى. സൂറത്തുൽ ഫാത്തിഹ കഴിയുമ്പോൾ പിന്നെ ഒരു സൂറത്ത് കൂടി ഓതണം. ആ സൂറത്ത് വയുസ്തഹബ്ബു ലിൽ ഇമാമി അയഖറഅ സൂറത്തുൽ അഅല ഫി റകഅത്തിൽ ഊല. ഒന്നാമത്തെ റകഅത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഇമാമ് ഏത് സൂറത്ത് ഓതണം? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്ത് ഓതൽ ഇമാമിന് സുന്നത്തുണ്ട്. അതേപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ റുക്കൂ ചെയ്യും പോലെ റുക്കൂ ചെയ്യുക. വസ്ജുദ് മഅൽ ഇമാമി കമാ തർകഉ വതസ്ജുദു ഫി സ്വലവാത്തിൽ യൗമിയ. സാധാരണ നിസ്കാരത്തിൽ നിർവഹിക്കും പോലെ റുകൂഉം സുജൂദും ഒക്കെ ഇമാമിന്റെ കൂടെ നിർവഹിക്കുക. അപ്പോൾ ഒരു റക്അത്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ റക്അത്ത് അതിനുശേഷം രണ്ടാമത്തെ റക്അത്തിലേക്ക് ഇമാം എഴുന്നേറ്റ് വന്നു. ഫഇദാ ഖുംത മഅൽ ഇമാമി ലിറകഅത്തി സാനിയ. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്ന് നിൽക്കുമ്പോൾ അവിടെ മഅ്മൂം ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആൾക്ക് പ്രത്യേകം ഒന്നും ഓതലില്ല. കാരണം ഫാത്തിഹയും സൂറത്തും ഒക്കെ ഇമാമാണ് ഓതേണ്ടത്, മഅ്മൂം ഓതാൻ പാടില്ല, കറാഹത്താണ്. അപ്പം രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞാൽ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന ആള് മൗനമായിട്ട് നിൽക്കണം, ഒന്നും മിണ്ടാൻ പാടില്ല. ഖായിമൻ വൽ ഇമാമു യഖറഉ സിറൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാമ് അഊദ് ഓതുന്നില്ല, ഇമാമിന് അഊദ് ഓതലില്ല. ഇമാമ് ബിസ്മി വളരെ രഹസ്യമായി ചെറുതായി ബിസ്മി ഓതുക. എന്നിട്ട് ഉറക്ക സൂറത്തുൽ ഫാത്തിഹയും ആ സൂറത്തുൽ ഫാത്തിഹയോടൊപ്പം ഒരു സൂറത്തും ഓതണം. ആ സൂറത്തുൽ ഗാശിയ ആയിരിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഇമാമ് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഗാശിയ ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന സൂറത്ത് ഓതൽ എന്താണ് ഇമാമിന് സുന്നത്തുണ്ട്. അപ്പോഴൊക്കെ ഈ ഇമാമിന്റെ പുറകിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങൾ ഫാത്തിഹയും ഓതണ്ട, സൂറത്തും ഓതണ്ട. അപ്പം ഇമാമ് ഇനി ആ സൂറത്ത് ഓതിക്കഴിഞ്ഞു. ഓതിക്കഴിഞ്ഞതിന് ശേഷം ഇദാ ഫറഗൽ ഇമാമു മിനൽ ഖിറാഅത്തി, ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം ഇമാമ് വകബ്ബറ, ഇമാമ് തക്ബീർ ചൊല്ലും. അധികരിച്ച 3 തക്ബീർ ചൊല്ലും. അപ്പോ ഫകബ്ബിർ മഅഹു 3 മറത്തിൻ, ഇമാമിനോടൊപ്പം ആ 3 തക്ബീർ ഇമാമിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകളും ചെയ്യണം. ആദ്യത്തെ റക്അത്തിൽ ചെയ്തതുപോലെ തന്നെ ഓരോ തക്ബീർ പറയുമ്പോഴും കൈ ചെവി വരെ ഉയർത്തി കൈ താഴ്ത്തിയിടണം. അങ്ങനെ 3 തക്ബീർ നിർവഹിച്ച് പിന്നെ സാധാരണ നിസ്കരിക്കും പോലെ റുകൂഅ് സുജൂദ് നിർവഹിച്ചുകൊണ്ട് നിസ്കാരം പൂർത്തിയാക്കണം. ഇതാണ് സുന്നത്ത് നിസ്കാരം. ഇതാണ് പെരുന്നാൾ നിസ്കാരം. ഈ രൂപത്തിലാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഖുതുബത്തൈനി 2 ഖുതുബ ഇമാമു ഓതണം. യുഅല്ലിമുന്നാസ ഫിഹാ അഹ്കാമു ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാളിന്റെ നിയമങ്ങളൊക്കെ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ ഖുതുബയിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഖുതുബയില് ചെറിയ പെരുന്നാളിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഈ രൂപത്തിലാണ് പെരുന്നാള് നിസ്കരിക്കേണ്ടത്. ഖുതുബ ഓതി പെരുന്നാള് നിസ്കരിക്കണം. ഇനി ഒരു മസ്അല കൂടി കൂട്ടത്തിൽ പറയാ. ഇദാ ഖദ്ദമ അത്തക്ബീറാത്തി സവാഇദ അലൽ ഖിറാഅത്തി ഫി റകഅത്തി സാനിയ ജാസത്ത്. രണ്ടാമത്തെ റക്അത്തില് ഫാത്തിഹയും സൂറത്തിനും ശേഷമാണ് അധികരിച്ച തക്ബീർ ചൊല്ലേണ്ടത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരാള് ഫാത്തിഹയ്ക്ക് മുന്നേ എന്ത് ചെയ്തു? അധികരിച്ച തക്ബീർ ചൊല്ലി. ഒന്നാമത്തെ റക്അത്തിൽ നിർവഹിച്ചതുപോലെ ഫാത്തിഹയ്ക്ക് മുന്നേ അധികരിച്ച തക്ബീർ ഒരു ഇമാമ് ചൊല്ലി എന്ന് വെച്ച് ആ ഇമാമിനെ പിരിച്ചുവിടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജാസത്ത്, അത് അനുവദനീയമാണ്, ജായിസാണ്.
അതും പറ്റും എന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ഏറ്റവും നല്ല രൂപമാണ് ആദ്യം പറഞ്ഞ രൂപം, ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷം തക്ബീർ ചൊല്ലുന്ന രൂപം. അതാണ് ഏറ്റവും നല്ല രൂപം. ഇനി എങ്ങാനും ഇങ്ങനെ ഒരു തക്ബീർ ഫാത്തിഹയ്ക്കും മുന്നേ ഒരാൾ ചൊല്ലി എന്ന് വെച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട, അവിടെ ഇമാമിനെ പിരിച്ചുവിടാൻ വേണ്ടി സമരം ചെയ്യാൻ നിൽക്കണ്ട, അതും അനുവദനീയമാണ് എന്നതാണ് പറഞ്ഞത്. ഹനഫി മദ്ഹബിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ മദ്ഹബിന്റെ മറ്റൊരു പ്രത്യേകത, യജൂസു തഅഖീറു സ്വലാത്തുൽ ഈദി ഇലൽ ഗദി ഇദാ കാന ഉദുറൻ. എന്തെങ്കിലും ഒരു കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം ആ നാട്ടിലുണ്ട് പെരുന്നാളിന്റെ ദിവസം, എന്നാൽ അന്ന് പെരുന്നാൾ നിസ്കരിക്കണ്ട, ആ പെരുന്നാൾ നിസ്കാരം പിറ്റേ ദിവസത്തേക്ക് മാറ്റി നിസ്കരിക്കാം. പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം ആ ദിവസത്തേക്ക് എന്ത് ചെയ്യാം, മാറ്റി നിസ്കരിക്കാം. അന്നത്തെ ദിവസം പെരുന്നാളിന്റെ ദിവസം എന്താണ്, പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റാത്ത ഒരു കാരണം, അന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റാത്ത ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒരു വലിയ മുസീബത്ത് ആ നാട്ടിൽ വന്നു, അല്ലെങ്കിൽ ഒരു കഠിനമായ മഴയും അതേപോലെ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു, എല്ലാവർക്കും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം പെരുന്നാളിന്റെ ദിവസം വന്നു, ഭയങ്കര മഴയും കാറ്റും ഇടിയും മിന്നലും ഒക്കെയായി. അപ്പൊ പിന്നെ പള്ളിയിലെ സുൽത്താൻ അല്ലെങ്കിൽ പള്ളിയിലെ ഇമാം അനൗൺസ് ചെയ്യുകയാണ്, ഇന്ന് ആരും പെരുന്നാൾ നിസ്കരിക്കാൻ വരണ്ട, നാളെ നമുക്ക് പെരുന്നാൾ നിസ്കരിക്കാം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പെരുന്നാൾ നിസ്കരിക്കാം. ഗദ് എന്ന് പറഞ്ഞാൽ നാളെ, അത് കഴിഞ്ഞാൽ പറ്റൂല. പെരുന്നാൾ ഇന്നാണെങ്കിൽ നാളെ, അങ്ങനത്തെ രീതിയിൽ പറ്റുന്നതാണ്. ഇത് ഹനഫി മദ്ഹബിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെട്ടു പോയ ഒരാൾ ആ നിസ്കാരം ഖളാ വീട്ടണോ? വേണ്ട. കാരണം പെരുന്നാൾ നിസ്കാരം ഖളാ വീട്ടാൻ പറ്റൂല, അത് ജമാഅത്തില്ലാതെ സ്വഹീഹാവുകയില്ല. അങ്ങനത്തെ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. അപ്പോ ഇത് പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മസ്അലകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുമായി എന്ത് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നമ്മുടെ ഹനഫി മസ്അല പഠന ഗ്രൂപ്പുണ്ട്, അതല്ലെങ്കിൽ അതിലൂടെ ചോദിക്കാം, അതല്ലെങ്കിൽ ഈ വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്കതിന് മറുപടി കിട്ടും. അല്ലാഹു തആല ഹക്കായ രൂപത്തിൽ നിയമങ്ങൾ പഠിച്ച്, ഇസ്ലാമിന്റെ അഹ്കാമുകൾ പഠിച്ച് അത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദ്ഹബിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടാൻ ഉള്ളതാണ്. എനിക്ക് മദ്ഹബ് വേണ്ട എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. മദ്ഹബ് ഇല്ലാത്തവൻ പിഴച്ചവനും ആളുകളെ പിഴപ്പിക്കുന്നവനുമാണ് എന്ന് ലോകത്തെ രണ്ടാം ശാഫിഈ എന്ന് വിളിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നാലാൽ ഒരു മദ്ഹബ് നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ മദ്ഹബ് ഹനഫി മദ്ഹബാണ്. ഹനഫി മദ്ഹബിന്റെ നിയമങ്ങളാണ് ഈ പറഞ്ഞത്. ഇത് പാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വസ്സലാമു